ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. ജയപാലനെതിരെയുള്ള തെളിവുകളുമായി കാവേരിയും ഗംഗയും വിനീതും കൂടി പോലീസ് സ്റ്റേഷനിൽ പുതുതായി ജോയിൻ ചെയ്ത ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഗംഗയ്ക്ക് ചെറിയൊരു സംശയം കൊണ്ട് കാവേരിയോട് ചോദിക്കുകയാണ്, നമുക്ക് ക്യാഷ് കിട്ടോ കാവേരി? അപ്പൊ കാവേരി പറയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഗംഗ പറയാണ്, ജയപാലിനെ നമുക്കറിയൂലേ, അയാൾ എന്ത് വേണേലും ചെയ്യും. അപ്പൊ കാവേരി പറയാണ്, ഞാൻ ജയപാലിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ചേച്ചി. ആ ലേഡി ഇൻസ്പെക്ടർ നമുക്ക് സപ്പോർട്ടായേ നിൽക്കൂ. ബാങ്കിലെ മാനേജറും ജയപാലിന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ശിവരാമനേട്ടനും ജയപാലിനെതിരെ സാക്ഷി പറയാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജയപാലൻ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്നും അച്ഛന്റെ മരണശേഷവും കാശ് എടുത്തതിന്റെ ഡീറ്റെയിൽസും നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോട്ടം ജയപാലൻ തട്ടിയെടുത്തതും നമ്മുടെ അച്ഛനെ കൊന്നതും എല്ലാം ആ ശിവരാമനേട്ടനും ബാങ്കിലെ മാനേജറും വന്ന് ഇൻസ്പെക്ടറിനോട് നേരിട്ട് വന്ന് പറയും. അതോടെ ആ പോലീസുകാര് ജയപാലനെ അറസ്റ്റ് ചെയ്യും. നമുക്ക് നമ്മുടെ പണവും തിരിച്ചു കിട്ടും. ഗംഗ ചേച്ചിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലാന്ന് എനിക്കറിയാം, പക്ഷേ എല്ലാം നടക്കും ചേച്ചി. അപ്പോഴാണ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നത്. കാവേരി എന്നിട്ട് ഗംഗയെയും വിനീതിനെയും ഇൻസ്പെക്ടറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാഡം കാവേരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ ആൾക്കാർ വരൂലേ? അപ്പൊ കാവേരി അവര് വരുമെന്ന് മാഡത്തിനോട് പറയാണ്. എന്നിട്ട് ഇൻസ്പെക്ടർ വിളിച്ചത് പ്രകാരം ജയപാലൻ സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് ജയപാലൻ ഇൻസ്പെക്ടറിനോട് പറയാണ്, എന്റെ പേരിൽ എന്തിനാണ് കംപ്ലൈന്റ്? കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ പറയാണ്, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഇവരുടെ അച്ഛന്റെ തോട്ടം നിങ്ങൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ്. അപ്പോ ജയപാലൻ ആ മാഡത്തിനെ കളിയാക്കി ചോദിക്കുകയാണ്, എന്തിനാ മാഡം യൂണിഫോം ഒക്കെ ഇട്ട് ഒന്നും അന്വേഷിക്കാതെയാണോ കേസ് എടുക്കുന്നേ? അവള് പറയുന്നേ വിശ്വസിച്ചാണോ നിങ്ങൾ എന്റെ പേരിൽ കംപ്ലൈന്റ് എടുത്തത്? അപ്പോ ഇൻസ്പെക്ടർ ജയപാലിനോട് ചൂടാവാണ്, ഞാൻ കേസ് അന്വേഷിക്കാനാണ് ഇവിടെ ഇരിക്കുന്നേ. ചോദിക്കുന്നതിന് മാത്രം താങ്കൾ മറുപടി പറഞ്ഞാ മതി. അപ്പോ ജയപാലൻ ചോദിക്കാണ്, ഇവള് കൊടുത്ത കംപ്ലൈന്റിന് തെളിവുണ്ടോ? ഉണ്ടെന്ന് പറയാണ് കാവേരി. ഇൻസ്പെക്ടർ എന്നിട്ട് ജയപാലിനോട് പറയാണ്, നിങ്ങൾക്കെതിരെയുള്ള തെളിവ് അവരുടെ അടുത്തുണ്ട്, നീ കുറച്ച് വെയിറ്റ് ചെയ്, അവര് വരും. അപ്പോ ജയപാലൻ പറയാണ്, മാഡത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം, അവര് വരട്ടെ. എന്നിട്ട് ഇൻസ്പെക്ടർ കാവേരിയോട് ചോദിക്കാണ്, വരാന്ന് പറഞ്ഞോര് എവിടെ? ഇപ്പോ വരുന്നു പറയാണ് കാവേരി. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. നിവിനെ കണ്ട് രാഗിണി ചോദിക്കാണ്, ഇതാണോ നിങ്ങളുടെ തെളിവ്? ഗംഗ അപ്പോ ദേഷ്യത്തിൽ വിനീതിനോട് ചോദിക്കാണ്, ഇവൻ എന്തിനാ ഇപ്പോ ഇവിടേക്ക് വരുന്നേ? അപ്പോ വിനീത് പറയാണ്, അവന് എന്തേലും ആവശ്യത്തിന് വന്നതാവും, നമുക്കത് മൈൻഡ് ചെയ്യണ്ട. ജയപാലൻ എന്നിട്ട് നിവിനോട് പറയാണ്, ഇവിടേക്ക് വാ നിവിനെ, ഇവിടെ ഒരു കോമഡി നടക്കാൻ പോവാ. എന്നിട്ട് ഇൻസ്പെക്ടറിനോട് പറയാണ്, ഇത് എന്റെ മരുമോനാണ്. അപ്പോ ഇൻസ്പെക്ടർ പറയാണ്, ആരായാലും എനിക്കെന്താ, കംപ്ലൈന്റ് കൊടുത്താ ചോദ്യം ചെയ്യണം. എന്നിട്ട് കാവേരിയോട് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ പറഞ്ഞ ആൾ? അപ്പോ കാവേരി പറയാണ്, ഇതല്ല മാഡം, ഒന്ന് വെയിറ്റ് ചെയ്യ്, അവര് ഇപ്പോ എത്തും. അപ്പോ ജയപാലൻ കളിയാക്കിക്കൊണ്ട്, തെളിവുണ്ടല്ലോ കാവേരി എന്ന് ചോദിക്കാണ്. കാവേരി എന്നിട്ട് ശിവരാമനെ കോൾ ചെയ്ത് നോക്കാണ്. പക്ഷേ ശിവരാമന്റെ കോള് സ്വിച്ച് ഓഫ് എന്നാ കാണിക്കുന്നേ. മാനേജറിനെ കോൾ ചെയ്തിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോ ജയപാലൻ ഇൻസ്പെക്ടറിനോട് പറയാണ്, എനിക്ക് ഒരുപാട് പണി ബാക്കിയുള്ളതാ, അതൊക്കെ മാറ്റിവെച്ച ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാക്ഷി വന്നാ എന്നെ കോൾ ചെയ്താ മതി എന്ന് പറഞ്ഞ് നിവിനെയും രാഗിണിയെയും കൂട്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോ കാവേരി ജയപാലിനോട് നിൽക്കാൻ പറയാണ്. എന്നിട്ട് മാഡത്തിനോട് പറയാണ്, അവര് എന്തുകൊണ്ടാ വരാത്തെന്ന് എനിക്കറിയൂല മാഡം, പക്ഷേ അവരില്ലാത്തോണ്ട് തെളിവില്ല എന്നല്ല അർത്ഥം. എന്റെ അച്ഛന്റെ ഫോണിൽ തെളിവുണ്ട്. എന്റെ അച്ഛൻ തോട്ടത്തിന് പണം മുഴുവൻ തന്നു എന്ന് ജയപാലിനോട് പറയുന്നതിന്റെ വോയിസ് റെക്കോർഡും അതിലുണ്ട്. അതിൽ ജയപാലൻ റിപ്ലൈ ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളും അച്ഛന്റെ ഫോണിലുണ്ട്. അത് മാത്രമല്ല, എന്റെ അച്ഛൻ ഈ തോട്ടത്തിന് വേണ്ടി ചിലവാക്കിയ എല്ലാ കണക്ക് ഡീറ്റെയിൽസും ആ ഡയറിയിലുണ്ട് എന്ന് പറഞ്ഞ് ആ ഫോണും ഡയറിയും എടുക്കാൻ പോവാണ് കാവേരി. കൂടെ ഗംഗയും വിനീതും കൂടി പോകുന്നുണ്ട്. സ്കൂട്ടിയില് ബാഗിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടും അച്ഛന്റെ ഫോണും ഡയറിയും കാണുന്നില്ല. അതാ ജയപാലൻ മാറ്റിയിട്ടുണ്ടെന്ന് കാവേരിക്ക് മനസ്സിലായി. വിനീതും ഗംഗയും ഒക്കെ ഒരുപാട്
ആ സ്കൂട്ടി മുഴുവൻ തപ്പി നോക്കി. പക്ഷേ ഫോണും ഡയറിയും മാത്രം കാണുന്നില്ല. കാവേരി എന്നിട്ട് ഇൻസ്പെക്ടറിനോട് വന്ന് പറയാണ്, മാഡം, സ്കൂട്ടിയിലാണ് ഞാൻ വച്ചിരുന്നേ, ഇപ്പോ നോക്കുമ്പോ കാണുന്നില്ല. അത് കേട്ട് ജയപാലനും രാഗിണിയും അവരെ കളിയാക്കി ചിരിക്കാണ്. ഇൻസ്പെക്ടറിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നേ. എന്നിട്ട് കാവേരിയോട് ചോദിക്കാണ്, സാക്ഷി പറയാം വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, പക്ഷെ തെളിവും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ അറിയില്ലേ? കാവേരിക്ക് അപ്പോ സങ്കടാവുന്നുണ്ട്. എന്നിട്ട് മാഡത്തിനോട് പറയാണ്, ഞാൻ ആ തെളിവ് എന്റെ സ്കൂട്ടിയിൽ വച്ചിരുന്നതാ മാഡം. ഈ ജയബാലനായിരിക്കും അത് മാറ്റിയിട്ടുണ്ടാവുക. അപ്പോ ജയബാലൻ മാഡത്തിനോട് പറയാണ്, ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ, എവിടെയും പോയിട്ടില്ലല്ലോ. ആരോ എനിക്കെതിരെ സംസാരിക്കുമെന്ന് പറഞ്ഞ് മോളുടെ കല്യാണത്തിന്റെ ഓരോ പണികൾ മാറ്റിവെച്ചിട്ടാ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഇപ്പോ അവരുടെ ഫോണും ഡയറിയും കാണാത്തതിന് ഞാൻ എടുത്തെന്ന് പറയുന്നു. എന്നിട്ട് ഇൻസ്പെക്ടറിനോട് പറയാണ്, നിങ്ങളും ഈ കാവേരിയും അവളുടെ കുടുംബത്തെയും വിശ്വസിച്ച് നിങ്ങളുടെ ടൈം വെറുതെ കളയണ്ട എന്ന് പറഞ്ഞ് ജയബാലനും നിവിനും രാഗിണിയും കൂടി അവിടുന്ന് പോവുകയാണ്. അപ്പോ കാവേരി മാഡത്തിനോട് പറയാണ്, ആ ജയബാലന്റെ പണിയാണ് മാഡം, അവൻ എന്തോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇൻസ്പെക്ടർ പറയാണ്, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തെളിവോട് കൂടി വാ, അപ്പോ നമുക്ക് ഈ കേസ് എടുക്കാം. എന്നിട്ട് കാവേരിയും ഗംഗയും വിനീതും സങ്കടത്തിലാണ് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നേ. ഗംഗ എന്നിട്ട് കാവേരിയോട് പറയാണ്, ജയബാലൻ ആ തോട്ടം അത്ര എളുപ്പം നമുക്ക് തിരിച്ചു തരൂല കാവേരി. ജയബാലന്റെ ഭാഗം ക്ലിയർ ആക്കാൻ എന്തും ചെയ്യുന്ന ആളാ. നമുക്കിനി ഇതിന്റെ പിന്നാലെ പോണ്ട കാവേരി. നിളമോളുടെ ഓപ്പറേഷൻ ഉള്ള ക്യാഷ് എങ്ങനെയും റെഡിയാക്കാം നോക്കാം. അപ്പൊ കാവേരി പറയാണ്, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചേച്ചി. നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് നിളമോൾക്ക് എങ്കിലും ഉപകാരപ്പെടണം. എന്നിട്ട് അവര് വീട്ടിലെത്തിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന സങ്കടത്തിൽ ഇരിക്കാണ് എല്ലാരും. വിനീത് എന്നിട്ട് കാവേരിയോട് ചോദിക്കാണ്, ജയബാലൻ ക്യാഷ് തരുമെന്ന് നീ എന്തിനാ വിചാരിച്ചേ? ജയബാലന്റെ സ്വഭാവം നിനക്കും അറിയൂലേ? അപ്പോ ശാരദയും ദേഷ്യത്തിൽ കാവേരിയോട് പറയാണ്, ജയബാലൻ കാശ് തരൂല, അവൻ പറ്റിക്കുമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മയും അപ്പോ ചോദിക്കാണ്, നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും നാണം കെടണോ? എന്തിനാ കാവേരി ഇങ്ങനെ നാണം കെടാൻ പോകുന്നേ? കാവേരി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ജയബാലനെ പൂട്ടാനുള്ള എല്ലാ തെളിവും കിട്ടിയതായിരുന്നു. ഇന്ന് ആ ബാങ്ക് മാനേജറും ശിവരാമനേട്ടനും വരാന്നും പറഞ്ഞിരുന്നു. അവരെന്തുകൊണ്ടാ വരാത്തതെന്ന് എനിക്കറിയൂല. അപ്പോ വിനീത് പറയാണ്, ആ ജയബാലൻ വിട്ടിട്ടുണ്ടാവൂല. ആ ശിവരാമൻ എന്ന് പറയുന്ന ആള് ജയബാലന്റെ പണിക്കാരനല്ലേ? അപ്പൊ കാവേരി പറയാണ്, അങ്ങനെയല്ല വിനീതേട്ടാ, എന്നോട് ശിവരാമൻ ജയബാലിനെതിരെ എവിടെ വേണേലും സാക്ഷി പറയാൻ വരാന്ന് പറഞ്ഞതാ. അപ്പൊ ഗംഗ പറയാണ്, അവര് വരാന്ന് വിചാരിച്ചാലും ജയബാലൻ വിട്ടിട്ടുണ്ടാവൂല കാവേരി. നീ മനസ്സിലാക്ക്, ജയബാലൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, വലിയ ആളാണ്. നമുക്ക് അയാളെ തോൽപ്പിക്കാൻ പറ്റൂല. കാവേരി തെളിവ് നഷ്ടപ്പെട്ടതും അവര് വരാത്തതിന്റെ ഒക്കെ സങ്കടത്തിലിരിക്കാണ്. ഗംഗ എന്നിട്ട് കാവേരിയോട് പറയാണ്, നമ്മൾ ചെയ്തതൊക്കെ മതി കാവേരി, ഇതോടെ എല്ലാം നിർത്താം. നമ്മുടെ അച്ഛൻ പോയ പോലെ പണവും പോയെന്ന് വിചാരിക്കാം. അപ്പൊ കാവേരി പറയാണ്, അത് ഞാൻ സമ്മതിക്കൂല ചേച്ചി, നമ്മൾ അതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ ഇതിന്ന് പിന്മാറൂലെന്ന് പറയാണ് കാവേരി. അപ്പോ ശാരദ കാവേരിയോട് പറയാണ്, ജയബാലിനെ എതിർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലെന്നറിയാം, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അത് വിട്ടൂടെ? അപ്പൊ കാവേരി പറയാണ്, നിളമോളുടെ ഓപ്പറേഷന് ക്യാഷ് വേണ്ട അമ്മേ. അപ്പൊ ശാരദ പറയാണ്, അവളുടെ ഓപ്പറേഷൻ നമ്മുടെ കയ്യിലുള്ള സ്വർണമൊക്കെ വിൽക്കാം. അത് തികഞ്ഞില്ലെങ്കിൽ ഏതേലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാം. പണമില്ലാത്തവരും ഈ നാട്ടിൽ ജീവിക്കുന്നില്ലേ? നീ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടണ്ട, അത് വിട്, നമുക്ക് വേറെ എന്തേലും വഴി നോക്കാം. ഇനി നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട, ഇവിടുന്ന് എത്രയും വേഗം പോകാം. നമുക്ക് വേണ്ടി ഇവിടെ ആരുമില്ല, അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. തിരുവനന്തപുരത്തോ എവിടേക്കെന്ന് വെച്ചാ പോകാം. എന്തേലും ചെയ്ത് നിളമോൾക്ക് ഓപ്പറേഷൻ നടത്താം. ഇത്രയും ചെയ്തതിനപ്പുറം ജയബാലൻ നമ്മളെ കൊല്ലാൻ വരെ മടിക്കൂല. നിങ്ങൾ മക്കള് ജീവനോടെ എന്റെ ഒപ്പം ഉണ്ടായാ മതി, എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞ് ശാരദ സങ്കടത്തിൽ കരഞ്ഞോണ്ടാണ് റൂമിലേക്ക് പോകുന്നത്. കാവേരി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടത്തിൽ പൊട്ടിക്കരയാണ്. പിന്നെ കാണിക്കുന്നത് നിവിൻ
ശിവരാമൻ എന്തുകൊണ്ടാ കാവേരി വിളിച്ചിട്ട് വരാത്തത് എന്നറിയാൻ തോട്ടത്തിലേക്ക് വരികയാണ്. ശിവരാമൻ പണിയെടുക്കുന്നേ കണ്ട് നിവിൻ ശിവരാമന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ശിവരാമനോട് ചോദിക്കാണ്, നിങ്ങൾ എന്തുകൊണ്ടാ സാക്ഷി പറയാൻ വരാഞ്ഞേ? നിങ്ങൾ കാവേരിയോട് വരാന്ന് പറഞ്ഞതല്ലേ, അവളെ ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. അപ്പോ ശിവരാമൻ പറയാണ്, ആ ജയബാലനെതിരെ ഞാൻ പറയാൻ തന്നെയാണ് വന്നേ, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല മോനെ. അപ്പോ നിവിൻ ചോദിക്കാണ്, എന്തു പറ്റി ശിവരാമേട്ടാ? അപ്പോ ശിവരാമൻ പറയാണ്, ജയബാലൻ എങ്ങനെയോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയെയും മക്കളെയും അവൻ ഒരു റൂമിലിട്ട് പൂട്ടി. ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നിരുന്നേല് എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ ജീവനോടെ ഉണ്ടാവൂലെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് കാവേരി അങ്ങോട്ട് വരുന്നത് നിവിൻ കാണുന്നത്. എന്നിട്ട് കാവേരി കാണാതിരിക്കാൻ നിവിൻ വേഗം അവിടുന്ന് പോയി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. കാവേരി വന്ന് ശിവരാമനോട് ചോദിക്കാണ്, നിങ്ങൾ എന്താ വരാഞ്ഞേ? ജയബാലൻ ഭീഷണിപ്പെടുത്തിയതാണോ? ശിവരാമൻ അപ്പോ സങ്കടത്തിൽ കാവേരിയോട് സോറി പറയാണ്. കാവേരി അപ്പോ ശിവരാമനോട് പറയാണ്, എനിക്ക് മനസ്സിലായി ശിവരാമേട്ട, അയാൾ ഇത്ര വലിയ ഫ്രോഡാണെന്ന് അറിഞ്ഞിട്ടും എല്ലാം ശരിയായി നടക്കും എന്ന് ഞാൻ തെറ്റായി കണക്ക് കൂട്ടി. ജയബാലൻ ഞങ്ങളുടെ പൈസ തിരിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ വരുമെന്ന് വിചാരിച്ച് ഞാൻ കുറെ കാത്തിരുന്നു. ആ നിമിഷത്തിലും ജയബാലന്റെ മുഖത്തൊരു ടെൻഷനും ഇല്ലായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ സങ്കടത്തിൽ ശിവരാമനോട് പറയാണ് കാവേരി. അപ്പൊ ശിവരാമൻ പറയാണ്, എന്റെ കുടുംബത്തെ കൊല്ലൂന്ന് പറഞ്ഞു മോളെ. എന്റെ മോള് വരെ പേടിച്ചു പോയി. ഇപ്പോഴും ഞാൻ പേടിച്ചിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. ജയബാലൻ എവിടെയും എന്നെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന പേടിയാണ് എനിക്ക്. അപ്പോ കാവേരി പറയാണ്, ഈ തോട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന എല്ലാ വിശ്വാസവും പോയി ശിവരാമേട്ട. ഇനി എന്താ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയൂല. അത് കേട്ട് നിവിൻ മനസ്സിൽ കാവേരിയെ നോക്കി പറയാണ്, ഈ തോട്ടം നിനക്ക് കിട്ടും കാവേരി. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാനുണ്ട്. ഞാൻ നിന്നെ തോൽക്കാൻ വിട്ടുകൊടുക്കൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.